മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കണമ്പിൻ്റെ കറിയാണ് മക്കളെ. ഇത് കായലിലെ കണമ്പാണ്. കായലിൽ നിന്ന് കിട്ടുന്ന മീനാണ്. ഇച്ചിരി വലുതായിരുന്നു. അത് നല്ല രുചികരമായ രീതിയിൽ മുളക് കറി തേങ്ങ അരച്ച് ചേർത്ത് തയ്യാറാക്കിയിരിക്കണം. വളരെ രുചിയാണ്. എല്ലാവരും കൂട്ടും, കൂട്ടാത്തവരും കൂട്ടും. അത്രയ്ക്ക് രുചിയുള്ള നല്ലൊരു മീനാണ്. അതേ രീതിയിലാണ് കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം മക്കളെ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കണമ്പാണിത്. കണ്ടില്ലേ, ഇത് ഇച്ചിരി വലുതാണ്. 3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെട്ടി തേച്ച് കഴുകുന്നൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ താഴെ ഒരാൾ തന്നെ ശല്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന ഒരു അതിഥിയാണ്. 1 മാസത്തോളമായിപ്പോൾ ഇവിടെ കൂടിയിരിക്കുകയാണ്. സ്നേഹം കിട്ടാതെ അലഞ്ഞ് ഭക്ഷണം കിട്ടാതെ ഇവിടെ വന്ന് കൂടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരനാണ് ഇവൻ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവനോട്. കണ്ടില്ലേ, നമ്മൾ തൂട്ടി വളർത്തുന്ന നമ്മുടെ മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ ഇല്ലാത്ത സ്നേഹമാണ് ഈ പൂച്ചക്കുട്ടിക്ക് നമ്മൾ. കണ്ടില്ലേ, അവൻ എത്ര അടുപ്പമാണ് എന്നോട്. അപ്പം നമുക്കിത് ഒന്ന് വെട്ടി തേച്ച് കഴുകി എടുക്കുന്നത് ഞാനൊന്ന് കാണിക്കാം മക്കളെ. എന്നിട്ട് നമുക്ക് കറി വെക്കാം. അപ്പോൾ ഞാനിത് വെട്ടാൻ പോവുകയാണ്. വെട്ടെന്ന് കാണിച്ചു തരാം. ഈ മീൻ കണ്ടില്ലേ, ഇതാണ് ഈ മീൻ. അപ്പോൾ ഇതിന് നല്ല പഴുത്ത് അങ്ങനെ ഇറുന്നൊന്നും പോകത്തില്ല. നല്ല മാംസത്തിന് കട്ടിയുള്ളൊരു മീനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ലവൻ അവിടെ കിടന്ന് ബഹളം വെക്കുന്ന പാവമല്ലേ, അവനങ്ങ് കൊടുക്കട്ടെ. ഈ തല കണ്ടിച്ച് അങ്ങ് കൊടുക്കാൻ കഷ്ടം. അവനവിടെ പോയി സമാധാനമായിട്ട് കഴിച്ചോട്ടെ. അപ്പോൾ അവൻ രാവിലെ ഞാൻ പെടിക്രീമൊക്കെ കൊടുത്തതാണ് നമ്മുടെ ചിഞ്ചുമോൻ്റെ. എന്നിട്ടും അവന് മീനിനോടങ്ങ് ആർത്തിയ. പച്ച മീൻ കണ്ടില്ലേ, ഓടി എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഞാനിതും കണ്ടിച്ചിട്ട് കൊടുക്കട്ടെ. അവൻ സമാധാനത്തെ അവിടെ നിന്ന് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ മീൻ കത്രിക കൊണ്ട് ഇതിൻ്റെ പുറത്തുള്ള 2 ചിറകുണ്ട്, മുകളിലും താഴെയും ഓരോ ചിറകുണ്ട്. അത് കണ്ടില്ലേ, ഇതേ രീതിയിലിരിക്കും. നമ്മൾ കത്രിക കൊണ്ട് ഇതേ രീതിയിൽ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയുണ്ട്. അത് നമ്മുടെ പള്ളയ്ക്കും ഉണ്ട്. പിന്നെ ഈ 2 തലയുടെ ഈ 2 സൈഡിലും ഉണ്ട് ഓരോ ചിറക്. അപ്പോൾ ഇതെല്ലാം നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചെതമ്പലാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പോവും, പക്ഷെ നമ്മുടെ പരിസരത്തെല്ലാം അതങ്ങ് ഇങ്ങനെ വീഴും. അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതേ രീതിയിൽ ചെയ്താൽ നമ്മുടെ ദേഹത്തോട്ട് തെറിച്ച് വീഴും. അപ്പോൾ തിരിച്ച് നമ്മൾ വാലയെ പിടിച്ചുകൊണ്ട് തിരിച്ച് ചെയ്യാനാണ് എനിക്ക് സൗകര്യം. അപ്പോൾ അതേ രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. ഇതിൻ്റെ പുറത്തങ്ങ് ചുണ്ണാമ്പ് പോലെയും കറുപ്പ് ഒക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ തൊലി ഇലിക്കാൻ പറ്റത്തില്ല. തൊലി ഇലിക്കാനേ പറ്റില്ല. ശ്രമിച്ചു നോക്കിയാൽ നടക്കും, പക്ഷേ എങ്കിലും മാംസം പിടിച്ചിരിക്കും. വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഇങ്ങനെ വേർവിട്ട് പോരത്തുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ പുറമെല്ലാം നല്ലതുപോലെ ഉരച്ച് തേച്ച് ഇതിൻ്റെ പുറത്തൊരു കറുപ്പിനെ ചുണ്ണാമ്പ് പോലൊരു ഉണ്ട്, അതും പോകണം. പിന്നെ കറുപ്പും പോകണം. അങ്ങനെ ഉരച്ച് നന്നായിട്ടല്ല, ഞാൻ പിച്ചാത്തി വെച്ച് നമ്മൾ ഉരച്ചാലൊന്നും ആ കറുപ്പ് പോകത്തില്ല. നമ്മൾ കല്ലേലിട്ട് പിന്നെ ഉരച്ച് എടുക്കണം. ഉപ്പിനകത്ത് ഉപ്പ് പുരട്ടി ഉരച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കത്തി കൊണ്ട് ശ്രമിക്കുന്നുണ്ട് ഉരയ്ക്കാൻ, പക്ഷെ എന്നിട്ടും ആ കറുപ്പ് പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ഉരച്ച് ഇതിൻ്റെ തലയൊക്കെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പടിഞ്ഞാറ് നമ്മുടെ തുണി അലക്കുന്ന കല്ലിൽ പിന്നെ ട്രബിൾ നമ്മൾ കല്ല് പതിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉരച്ച് കഴുകിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ ഈ അഴുക്കെല്ലാം പോവുള്ളൂ. എങ്കിലേ അതിനല്ലേ ഒരു ചുവ പോലെ വരും കേട്ടോ. കായലിൽ മീനൊക്കെ എങ്ങനെയാണ് ചെയ്തില്ലേ, ഒരു ചുവ പോലെയാണ്. അപ്പോൾ എൻ്റെ തലയെല്ലാം വെട്ടിയെടുത്തപ്പോൾ ഇതിൻ്റെ അകത്ത് അഴുക്കും കുറേ അഴുക്കാണ്. അത് ഈ മീനൊക്കെ തിന്നുന്ന വേസ്റ്റ് അഴുക്കായിട്ടൊക്കെ ഇരിക്കും. അതുമെല്ലാം ഞാനങ്ങ് എടുത്ത് കളഞ്ഞ് പൂച്ചക്കിട്ട് കൊടുത്ത് എൻ്റെ തലയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിൽ അഴുക്കെല്ലാം നമ്മൾ ചകഞ്ഞെടുത്ത് മാറ്റി അതിൻ്റെ വാലും എല്ലാം കട്ട് ചെയ്ത് നമ്മളങ്ങനെ ഈ 3 മീനുണ്ട്. അത് 3 ഇതിനകത്ത് അഴുക്കെല്ലാം ഇങ്ങനെ ചകഞ്ഞെടുത്ത് കളഞ്ഞ് നമ്മൾ 3 മീനുണ്ട്. ആ 3 മീനും കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. 3 മീനും എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനകത്ത് ഉപ്പിടും. കല്ലുപ്പിട്ട് ഒന്ന് റാകുന്നെന്ന് പറയും, ഇങ്ങനെ തേക്കുന്നതിന് കേട്ടോ. എന്നിട്ട് തേച്ചാലൊന്നും പോകത്തില്ല. പിന്നെ നമ്മൾ കല്ലേ കൊണ്ടിട്ട് തേച്ചുകൊണ്ട് വരും. നമ്മുടെ തുണി അലക്കുന്ന കല്ലേ കൊണ്ടിട്ട് നന്നായിട്ട് തേച്ച് കൊണ്ടുവരുന്നുണ്ട്. തേച്ച് കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ബ്ലഡൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് നമ്മൾ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. പീസായിട്ടേ ചെറിയ പീസ്. നല്ലത് പടുത്ത് മത്തിയൊക്കെ ഉടയുന്ന പോലെ ഉടഞ്ഞു പോകത്തില്ല. മത്തി അയിലയൊക്കെ ഉടയുന്ന പോലെ നല്ല ഉറപ്പുള്ള മീനാണിത് കേട്ടോ.
അപ്പോൾ എല്ലാം വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിനി ഇതൊന്നുകൂടെ ഒന്ന് കഴുകി എടുക്കും. ഇതിനകത്ത് അധികം ബ്ലഡൊന്നുമുള്ള മീനല്ല. അന്ന് നമ്മൾ കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പയിൽ വെച്ചു. നമ്മളിതിനകത്ത് ചേർക്കാൻ ഒരു 5-6 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3-4-5 അല്ലി വെളുത്തുള്ളി. നമ്മൾ മുളകും മല്ലിയും എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കും കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ആണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ. എന്നിപ്പോൾ നമ്മളൊരു 3-4 അല്ലി തോട്ടുപുളിയാണ് ഇത് കേട്ടോ, കുടംപുളി എന്നൊക്കെ പറയാം, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ 1/4 സ്പൂൺ ഉലുവ ചേർത്ത് അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിനകത്ത് കടുക് ഇടുന്നില്ല കേട്ടോ. എന്നിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് ചെറിയ മൂപ്പാകുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ കറിവേപ്പില ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങ് അലുത്ത് പോകും ഈ പച്ചമുളക് കേട്ടോ. അപ്പം ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിനകത്ത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. കായൽ മീൻ ആയതുകൊണ്ടാണേ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് അത് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ട് പിന്നെ പുളിയും ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ മീനും അങ്ങ് പറക്കിയിട്ട് കൊടുക്കും. മീൻ പറക്കിയിട്ട് ഒന്ന് തിളച്ച് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഈ മീനിനകത്ത് പിടിച്ചതിന് ശേഷമേ, ഒരു പകുതി വെന്തതിന് ശേഷം നമ്മളിതിൽ തേങ്ങ ചേർക്കത്തുള്ളൂ, എങ്കിലേ അതിനൊരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാൽ തന്നെ ഇത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർക്കുന്നതിന് മുമ്പേയും. അപ്പോൾ നമ്മളത് സെറ്റാക്കാൻ വെച്ചു. മുളകും മല്ലി എല്ലാം എന്താണ് മുളക് എരിവും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോഴും കൂടാനും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഈ മീൻ തേങ്ങ അരച്ച് കറി വെക്കണം, അതാണ് അതിൻ്റെ രുചി. അപ്പോൾ തേങ്ങ അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കിയില്ല, എങ്കിലും ചെറിയ തരിതരിപ്പോടുകൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കും. നമ്മൾ കൂട്ടി യോജിപ്പിച്ചാലൊന്നും പൊടിഞ്ഞു പോകത്തില്ല മീൻ കേട്ടോ. അപ്പോൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് ഇത് കുറച്ച് തിള വന്ന്, കാരണം പകുതി അടച്ച് വെച്ച് അടയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ആവിയെല്ലാം ഇതിനകത്ത് വീണ് കറിയെല്ലാം അങ്ങ് മോശമായിട്ടിരിക്കും. അതുകൊണ്ട് അപ്പോൾ അതേ രീതിയിൽ അടച്ച് വെച്ച് പിന്നെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് വരാറായി നിൽക്കുന്നു. ആ സമയത്ത് നമ്മളതിനകത്ത് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും. പിന്നെ ഉപ്പും പുളിയൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഉണ്ട്. ഇനി ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തവിക്കണ വെച്ചിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക ചെയ്യാവുള്ളൂ. ചുറ്റിച്ച് കൊടുത്ത് ഇതെല്ലാം കറിയെല്ലാം കൊഴുത്ത ചാറോടുകൂടിയുള്ള നമ്മുടെ കണമ്പ് കറി റെഡിയായി. മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ മക്കളെ, അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി, നമസ്കാരം. മക്കളെ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരുടെയും മഴയൊക്കെ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു.